വിനായക് ദാമോ സവർക്കർ തന്റെ ശിക്ഷാ കാലാവധി കുറയ്ക്കുന്നതിനായി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ മുന്നിൽ 10 തവണ ദയാഹർജികൾ സമർപ്പിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ ചെറുമകൻ സത്യകി സവർക്കർ പൂനെയിലെ പ്രത്യേക കോടതിയിൽ വെളിപ്പെടുത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അപകീർത്തി കേസിലെ ക്രോസ് വിസ്താരത്തിനിടയിലാണ് സത്യകി സവർക്കർ കോടതിക്ക് മുന്നിൽ ഈ കാര്യം സമ്മതിച്ചത്. 2023 ലണ്ടനിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി സവർക്കർക്കെതിരെ നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് നിലനിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായ മിലിന്ദ് പവാർ നടത്തിയ വിസ്താരത്തിനിടെ സവർക്കർ 10 തവണ ദയാഹർജി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അതേ കാലഘട്ടത്തിലെ മറ്റ് വിപ്ലവകാരികളായ ശിവറാം രാജ്ഗുരു, ബതുകേശ്വർ ദത്ത്, അഷ്ഫാഖുല്ല ഖാൻ തുടങ്ങിയവർ അത്തരം ദയാഹർജികൾ നൽകിയിരുന്നില്ലെന്നും സത്യകി കോടതിയിൽ സമ്മതിച്ചു. ശിക്ഷിക്കപ്പെട്ട ഒരു മാസത്തിനുള്ളിൽ തന്നെ സവർക്കർ തന്റെ ആദ്യത്തെ ദയാഹർജി സമർപ്പിച്ചിരുന്നുവെന്നും ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുകയും ബ്രിട്ടീഷുകാരുമായി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ലെന്നും സത്യകി കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ദയാഹർജികൾ സമർപ്പിച്ചത് സവർക്കറുടെ വീർ എന്ന പദവിക്ക് വിരുദ്ധമാണെന്ന വാദങ്ങളെ സത്യകി സവർക്കർ കോടതിയിൽ തള്ളിപ്പറഞ്ഞു. ആൻഡമാൻ സെല്ലുലാർ ജയിലിലേക്ക് മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്നെ ഗദ്ദർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ സവർക്കറെ വീർ സവർക്കർ എന്ന് വിശേഷിപ്പിച്ചിരുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. ഈ 10 ദയാഹർജികളും നിലവിൽ ഔദ്യോഗിക സർക്കാർ രേഖകളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ബ്രിട്ടീഷ് സർക്കാരിനോടുള്ള വിശ്വസ്ത പ്രകടിപ്പിക്കുന്ന ഒന്നല്ലെന്നും സത്യകി അവകാശപ്പെട്ടു. ശിക്ഷ ഇളവ് ചെയ്യുന്നതിനായി തടവുകാർക്ക് ലഭ്യമായ നിയമപരമായ ഒരു നടപടിക്രമം മാത്രമാണ് സവർക്കർ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മോചിതനായാൽ സവർക്കർ വീണ്ടും വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പങ്കാളിയാകുമെന്ന് ഭയപ്പെട്ടിരുന്നതിനാലാണ് ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തിന്റെ എല്ലാ ദയാഹർജികളും നിരസിച്ചതെന്നും സത്യകി കോടതിയെ അറിയിച്ചു. ദയാഹർജി സമർപ്പിക്കുന്നത് നിയമവിരുദ്ധമോ അസാധാരണമായ കാര്യമല്ലെന്നും അത് എല്ലാ തടവുകാർക്കുമുള്ള അവകാശമാണെന്ന് പറഞ്ഞ അദ്ദേഹം എന്നാൽ അത്തരം ഹർജികൾ നൽകാൻ ഒരു തടവുകാരനും നിർബന്ധിതരല്ലെന്നും അത് വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണെന്നും വ്യക്തമാക്കി. സവർക്കറുടെ ഹർജികളിലെ ഭാഷ കേവലം ഔപചാരികമായ ഒന്നായിരുന്നുവെന്നോ അല്ലെങ്കിൽ ജയിൽ മോചനത്തിനായുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നുവെന്നോ തെളിയിക്കുന്നതിനാവശ്യമായ വിദഗ്ധ റിപ്പോർട്ടുകളൊന്നും താൻ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നും സത്യകി സമ്മതിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ സത്യകി സവർക്കർ നൽകിയ ക്രിമിനൽ അപകീർത്തി പരാതിയുടെ ഭാഗമായാണ് ഈ കോടതി നടപടികൾ നടക്കുന്നത്. 2023 മാർച്ച് 5 യുണൈറ്റഡ് കിങ്ഡത്തിൽ ഓവർസീസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ രാഹുൽ ഗാന്ധി സവർക്കറെ കുറിച്ച് വ്യാജവും അപകീർത്തികരവുമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതിയിൽ ആരോപണം. സവർക്കർ തന്റെ പുസ്തകത്തിൽ ഒരു മുസ്ലിം വ്യക്തിയെ മർദ്ദിച്ചതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി വ്യാജമായി അവകാശപ്പെട്ടുവെന്നും ഇത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കീർത്തിയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും പരാതിയിൽ പറയുന്നു. ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 500 പ്രകാരമുള്ള പരമാവധി ശിക്ഷയും ക്രിമിനൽ നടപടിക്രമത്തിലെ സെക്ഷൻ 357 പ്രകാരമുള്ള നഷ്ടപരിഹാരമാണ് സത്യകി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേക ജഡ്ജി അമോൽ ഷിൻഡെയുടെ മുൻപാകെയുള്ള ഈ കേസിന്റെ തുടർ നടപടികൾ ജൂലൈ 1 നടക്കും. ഇതിന്റെ കേസിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി കോടതിയിൽ സമർപ്പിച്ച രേഖകൾ സവർക്കറുടെ ഹിന്ദു ദേശീയത മുസ്ലിങ്ങളെ സംശയത്തോടാണ് വീക്ഷിച്ചിരുന്നതെന്ന് സമർത്ഥിക്കാൻ ചില ചരിത്രകാരന്മാരുടെ കണ്ടെത്തലുകൾ ഉദ്ധരിച്ചിരുന്നു. പോലീസിലും സൈന്യത്തിലുമുള്ള മുസ്ലിങ്ങളെ സവർക്കർ വഞ്ചകരാകാൻ സാധ്യതയുള്ളവരായി കണക്കാക്കിയിരുന്നുവെന്നും സായുധ സേനയിലും പൊതുവെ സർവീസുകളിലും സെൻസിറ്റീവ് വ്യവസായങ്ങളിലും അവരുടെ സാന്നിധ്യം കുറയ്ക്കണമെന്ന് അദ്ദേഹം വാദിച്ചിരുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. 1963 പുറത്തിറക്കിയ സവർക്കറുടെ 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുമതത്തിന് ഭീഷണിയായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നും ചരിത്രപരമായ സംഘർഷങ്ങളിൽ ലൈംഗിക അതിക്രമങ്ങളെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിനെ അദ്ദേഹം പിന്തുണച്ചിരുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ കോടതി രേഖകളിൽ പറയുന്നുണ്ട്. മുസ്ലിം സ്ത്രീകളെ പിടികൂടി മതപരിവർത്തനം നടത്തി മറാത്ത യോദ്ധാക്കൾക്കിടയിൽ വിതരണം ചെയ്യണമെന്ന് സവർക്കർ എഴുതിയിട്ടുണ്ടെന്നും ഇതിനെ ടിപ്പു സുൽത്താൻ രീതികളുമായി രാഹുൽ ഗാന്ധി ഉപമിച്ചതായും കോടതി രേഖകൾ വ്യക്തമാക്കുന്നു.